ഹലോ എല്ലാവർക്കും ഡ്രൈവിംഗ് സ്റ്റുഡിയോസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ UV മാപ്പ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു 3D ഒബ്ജക്റ്റില് 2D ഇമേജസ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ടെക്നീക്കിനെ പറയുന്നതാണ് UV മാപ്പിംഗ് എന്ന്. ഈ ഒരു 2D ഇമേജിനെ 3D ടെക്സ്ചേഴ്സ് എന്നാണ് പറയാറ്. ഈ ഒരു ടെക്സ്ചേഴ്സ് ഉപയോഗിച്ച് ഒരു സർഫസ് എങ്ങനെ ലൈറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമെന്ന് ഈ ഒരു റെൻഡറിങ് എഞ്ചിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇമേജ് ഡാറ്റ ഫയലാണ് ഈ ഒരു ടെക്സ്ചർ. ഈ ഒരു UV മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നീക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് 3D ഗെയിംസ് വന്നതിനോട് കൂടിയാണ്. പണ്ട് 2D ഗെയിംസിൽ ആകെ രണ്ട് ആക്സിസേ ഉണ്ടായിരുന്നുള്ളൂ, എക്സ് വൈ. അപ്പോ അവർക്ക് 2D ഗെയിംസ് ഉണ്ടാക്കുന്നവർക്ക് ഒരു ഇമേജ് ഉപയോഗിച്ച് ആ ഒരു ഫുൾ ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ 3D ഗെയിംസ് വന്നപ്പോ ഒരു എക്സ്ട്രാ ആക്സിസ് കൂടെ വന്നു, അതാണ് Z ആക്സിസ് അഥവാ ഡെപ്ത് ആക്സിസ്. അപ്പോ ഈ ഒരു 3D ഗെയിംസ് വന്നപ്പോ ഈ 2D ടെക്സ്ചേഴ്സ് നേരെ ഉപയോഗിക്കാൻ പറ്റാത്ത ആയി. അങ്ങനെയാണ് ഈ ഒരു UV മാപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് കൊണ്ടുവന്നത്. ഈ 2D ഗെയിംസിലെ ഈ ടെക്സ്ചേഴ്സിനെ സ്പ്രൈറ്റ് എന്നാണ് പറയുന്നത്, അതേപോലെ 3D എൻവയോൺമെന്റിൽ ഇതിനെ ടെക്സ്ചേഴ്സ് എന്ന്. അപ്പൊ ഈ ഒരു UV മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ 3D സോഫ്റ്റ്വെയർസിലും ഒരു UV എഡിറ്റിംഗ് വർക്ക് സ്പേസ് ഉണ്ട്. ബ്ലെൻഡറിലുള്ളത് ഈ UV എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വർക്ക് സ്പേസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് 3D എൻവയോൺമെന്റ്, ഇത് ടെക്സ്ചർ സ്പേസ്. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു 3D ക്യൂബ്. അതിന് ടാബ് പ്രസ് ചെയ്ത് നമ്മൾ എഡിറ്റ് മോഡിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഓരോ ഫേസസ് ഈ ഒരു 2D ടെക്സ്ചർ സ്പേസിൽ പ്രൊജക്റ്റ് ആയിരിക്കുന്നത്. പണ്ട് പേപ്പർ ക്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഓരോ സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഒരു ക്യൂബ് ആയിട്ട് മാറുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു 3D ഒബ്ജക്റ്റിനെ ഇവിടെ അൺറാപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഒരു ടെക്സ്റ്റ് സ്പേസിൽ. അപ്പോൾ ഈ ഒരു ഡേറ്റിനെ പറയുന്നതാണ് UV മാപ്പ്. അപ്പോൾ ഈ ഒരു UV മാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റില് ടെക്സ്റ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഷെയ്ഡിങ് വർക്ക് സ്പേസിലോട്ട് പോവുക, മറ്റൊരു പുതിയൊരു ടെക്സ്ചർ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ടെക്സ്ചർ ഓക്കെ, ഒരു ലാവ ടെക്സ്ചർ ആഡ് ചെയ്തു. എന്നിട്ട് UV എഡിറ്റിങ്ങിലോട്ട് പോവാം. ഇവിടെ മെറ്റീരിയൽ പ്രിവ്യൂ കൂടെ ഉണക്കി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഫേസ് ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്തുള്ള ടെക്സ്ചർ ആണ് ഇവിടെ പ്രൊജക്റ്റ് ആയിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഫേസ് സെലക്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് മൂവ് ചെയ്യുക. ഇവിടെ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ടെക്സ്ചർ മൂവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. കൺട്രോൾ സെറ്റ് അൺഡു ചെയ്യാം. ഒരു 2D ഇമേജ് ഉപയോഗിച്ച് 3D ഒബ്ജക്റ്റിന്റെ UV ഡേറ്റ ഉപയോഗിച്ച് ടെക്സ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് പ്രൊജക്റ്റ് ചെയ്യുക. അതിനാണ് UV മാപ്പിംഗ് ഉപയോഗിച്ചുള്ള ടെക്സ്ചറിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു 3D എൻവയോൺമെന്റിൽ 3 ആക്സിസ് ഉണ്ട്, X, Y, Z. അതേപോലെ ഈ ഒരു ടെക്സ്റ്റ് സ്പേസിലും XY എന്ന് പറയുന്ന ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ കൺഫ്യൂസിങ് ആവും. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പേരാണ് UV എന്ന് പറയുന്നത്. U എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും V എന്ന് പറയുന്നത് വെർട്ടിക്കലുമാണ്. നമുക്ക് UV അൺറാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമുക്ക് സീംസ് ഈ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അഥവാ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൽ എവിടെ വെച്ച് കട്ട് ആവണം എന്ന് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു 3D പാക്കേജിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഒരു ബേസിസിൽ ഈ ഒരു ഒബ്ജക്റ്റ് കട്ട് ആവും. ഇപ്പോൾ നമുക്ക് മാർക്ക് സീം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു കേസിൽ എല്ലാം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് U കൊടുക്കുന്നു, മാർക്ക് സീം കൊടുക്കുന്നു, എന്നിട്ട് U അൺറാപ്പ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ഒരു സൈഡ് ഇരിക്കുന്നത്. ഇതൊരു പെർഫെക്റ്റ് വേ അല്ല, പക്ഷെ എന്നാലും ഈ ഒരു ഫീച്ചർ ഈ ഒരു 3D പ്രോഡക്റ്റിൽ ഉണ്ടെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തതാണ്. ഈ ഒരു ബ്ലെൻഡറിൽ പ്രീമെയ്ഡ് ആയിട്ട് വരുന്ന ഒബ്ജക്ട്സിന് ബ്ലെൻഡർ UV മാപ്സ് പ്രീ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് UV മാപ്സിനെ പറ്റിയും UV എഡിറ്റിങ്ങിനെ പറ്റിയും ഉള്ളത്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. താങ്ക് യു.